എല്ലാവർക്കും ഷീമോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് ആണ്. അത് അത്രത്തോളം ടേസ്റ്റായിട്ടും സിമ്പിളായിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഷീമോസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടത്തിൻ്റെ അളവുകൾ ഓരോന്നിനും പറയുന്നത്. ഓക്കെ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂണിൽ ചെറിയ ജീരകവും പെരുജീരകം കൂടിയിട്ട് 1 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ. രണ്ടും കൂടിയിട്ട് 1 സ്പൂണിൽ. പിന്നെ ഒരു വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 1 പച്ചമുളകും, പിന്നെ ഇഞ്ചി കുറച്ച് കഷ്ണം 4 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതേപോലെ വെളുത്തുള്ളിയും. അതൊക്കെ പേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ, മിക്സിയിലിട്ട് അടിക്കണം. പിന്നെ എടുത്തത് സവാള എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 10-20 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ. ദെൻ അതേപോലെ മല്ലിപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും അതേപോലെ മീറ്റ് മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് 1.5 ടീസ്പൂൺ വീതം. പിന്നെ കുരുമുളക് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എരിവ് കുറച്ച് വേണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ കുരുമുളക് ഇത്ര എടുത്തത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ജീരകവും പെരുംജീരകവും നോർമൽ ജീരകവും ഇല്ലേ, ആ ജീരകം കൂട്ട് അരച്ചെടുക്കണം, മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ട് അതെന്ത് ചെയ്യണം, അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്താൽ മതി, ഈ പൊടിച്ച സാധനങ്ങളെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം. അതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മീറ്റ് മസാലയും ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അതിലിട്ടു. ഇതിലേക്ക് ഇനി മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇനി ബീഫിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവ് ആഡ് ചെയ്യും ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1 പച്ചമുളക് ഇട്ടിട്ട് അരച്ചെടുക്കണം. പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാൻ ഒരു ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തു. മല്ലിപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അത്ര തിക്നെസ് കിട്ടും ബീഫ് കറിക്ക്. പിന്നെ ഇതിൽ നമ്മൾ ജീരകവും നോർമൽ ജീരകമില്ല, ആ ജീരകവും അതേപോലെ തന്നെ പെരുംജീരകം കൂടിയിട്ട് പൊടിച്ചത് അത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിനായിട്ടുള്ളൊരു ഉപ്പും കൂടി ആഡ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാണ്ട് മിക്സ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഉപ്പിട്ടിട്ട് പിന്നെ ഒന്നും കൂടി എന്ത് ചെയ്താൽ മിക്സാണ് ചെയ്തിരിക്കും. ഓക്കെ, നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യട്ടെ. സ്പൂൺ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്താൽ അത്രത്തോളം ഉള്ളിലേക്ക് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കറക്റ്റായിട്ട് എല്ലാവിടേക്കും ആ പറഞ്ഞ മിക്സ് നമുക്ക് എത്തിയിരിക്കണം ബീഫിന്. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അത് ഓരോ കുക്കറിനും അതിനനുസരിച്ചിട്ട് വിസിൽ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഒരു 6 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില കുക്കറിൽ ചിലപ്പോൾ 3 വിസിൽ വന്നാൽ മതിയാവും, അങ്ങനെയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യുക. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിപിടിക്കില്ല, വെള്ളം ഒഴിക്കാതിരുന്നാലും അടിപിടിക്കില്ല. എന്നാലും ചിലത് മൂപ്പ് കുറവുള്ള ബീഫാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 6 വിസിൽ വരുമ്പോൾ ചിലപ്പോൾ അടിപിടിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സേഫ്റ്റി മെഷർ എന്ന് പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട്, നിങ്ങളും വെള്ളം ഒഴിച്ചോളൂ, കാരണം നമ്മൾ എന്തായാലും പിന്നെ അത് ചുരുട്ടിയെടുക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അതിലൊരു 6-7 വിസിൽ വരട്ടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അടുത്ത സ്റ്റൗവിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായതിനു ശേഷം കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഇതിലേക്ക് സവാള, അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, അതും ചെറിയ ഉള്ളി ഉണ്ടായിരുന്നല്ലോ, അതിനും ചെറിയ പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇടാം. ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ പറഞ്ഞ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് സ്റ്റൗ ഒന്ന് സ്ലിമ്മിലേക്ക് വെക്കാൻ മറക്കണ്ട, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതൊന്ന് കളറ് മാറണം, ബ്രൗൺ കളർ ആവണം, കാരണം എന്നാലേ നമുക്ക് ബീഫ് റോസ്റ്റ് അല്ലേ ആക്കുന്നത്, കറിയല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലിമ്മിലേക്ക് വെച്ചിട്ട് പിന്നെ അതൊന്ന് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരു വിധം ഒരു പകുതിയോളം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാക്കൊത്തുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ പച്ചത്തേങ്ങയല്ല, കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള തേങ്ങയുണ്ടെങ്കിൽ അതിന് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതർവൈസ് ഇത് തേങ്ങാക്കൊത്ത് വേണമെന്ന് ഇല്ല, അത് നിങ്ങൾക്ക് ചോയ്സാണ്. വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു ബീഫ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ തേങ്ങ കഷ്ണമൊക്കെ അങ്ങനെ കുറച്ച് കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ്. 6 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. 6 വിസിൽ വന്നതിന് ശേഷം ഇപ്പോൾ വെള്ളം ഓൾറെഡി കുക്കറിൽ തന്നെ ഉണ്ട്, കാരണം ഫുൾ ഡ്രൈ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഉരുളിയിലേക്ക് മാറ്റാം.
ഓക്കെ, എന്നിട്ട് അതാണ് നമ്മളിനി എത്രത്തോളം മാക്സിമം ഡ്രൈ ആക്കി സ്ലിമ്മിലാക്കിയിട്ട് എത്രത്തോളം ഡ്രൈ ആക്കുന്നു അതിനനുസരിച്ചിട്ട് ഇരിക്കും നമ്മൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആ വെന്ത ബീഫ് അതങ്ങനെ ഈ പറഞ്ഞ ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തീ ജസ്റ്റ് ഒന്ന് മാക്സിമത്തിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് ആ ഒരു എല്ലാവരുടെയും എത്തുന്നതനുസരിച്ചിട്ട് പിന്നീട് ഇത്തിരി ഈ പറഞ്ഞ ഗ്രേവി ഇത്തിരി വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി നമ്മുടെ കൈ ഈ പറയുന്ന പാത്രത്തിൽ നിന്ന് മാറ്റാനേ പറ്റില്ല, ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി ഈ സമയത്ത് നമുക്ക് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പോ എരിവോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയാണ് ഒരു എന്താ പറയുക കുറവ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ജസ്റ്റ് എന്ത് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരുന്നത്. ഇനി നിങ്ങൾക്ക് ചില പേർക്ക് ഇനിയിപ്പം ഇട്ടതിൽ മുളക് കൂടി പോയി എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ ഇവിടെ ടൊമാറ്റോ സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ തക്കാളി അരിഞ്ഞിട്ട് ഇട്ടാലും മതി. പക്ഷേ തക്കാളി അരിഞ്ഞിട്ടുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. ടൊമാറ്റോ സോസാണ് കുറച്ചും കൂടി പ്രിഫറൻസ് ചെയ്യുന്നത്. കാരണം തക്കാളി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലിൽ മാറും. പിന്നെ എരിവ് കൂടിപ്പോയി എന്ന് തോന്നലുള്ളവർക്ക് മാത്രം നിങ്ങൾ ഈ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് ആ ടൊമാറ്റോ എന്ന് പറയുന്ന സംഭവമേ വേണ്ട. നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ടിപ്സ് പോലെ ഈ ടൊമാറ്റോ സോസ് ജസ്റ്റ് 1 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നന്നായിട്ട് ഡ്രൈ ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ ഒരു പരുവത്തിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ. പൊറോട്ട, ചപ്പാത്തി, ആപ്പം അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഗ്രേവി കുറച്ച് വെക്കുമല്ലേ, അങ്ങനെയല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേവിയോടെ നിർത്താം. ഞാനിത് ജസ്റ്റ് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് എടുത്തത്. അത് നിങ്ങളുടെ ചോയ്സാണ്, ഗ്രേവി വേണോ വേണ്ടത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഈസിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. താങ്ക്